മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈപ്പ് മീൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞങ്ങളുടെ സൈഡിലൊക്കെ ഏരി എന്നാട്ടോ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏരി കറുത്ത ഏരിയുണ്ട്, വെളുത്ത ഏരിയുണ്ട്. ഇത് കറുത്ത ഏരിയ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും കിട്ടുന്ന ഒരു മീനാണ് ഇത്. ഇവിടുത്തെ കടലിൽ നന്നായിട്ടുണ്ടാവുന്ന മീനാണ്. ഈ മീൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെതമ്പലാണ് താനും. പിന്നെ അത് ശരിക്കും നന്നായിട്ട് ഉറച്ച് കഴുകിയെടുത്താൽ മാത്രമേ ഇത് ഈ കരിമീനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെത്തിയെടുക്കും, അല്ലെങ്കിൽ ഉരച്ച് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രമല്ലേ അത് നല്ല വെള്ള കളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കല്ലൊന്നും ഉണ്ടാവില്ലല്ലോ ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കല്ലിലൊന്നും ഇട്ട് ഉരച്ച് കഴുകാണ്ട് മീൻ നല്ല വെള്ള കളറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം. അപ്പോൾ ഞാനത് ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് മീൻ എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു മീൻ. ഇതിനിവിടെ സ്പാനിഷ് മാക്കറൽ എന്നാണ് പറയുക. നമ്മുടെ നെയ്മീൻ്റെയൊക്കെയും ഒരു ചെറിയ ടൈപ്പ്. ഇതിന് ചെതമ്പലില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വെള്ള കളർ ആക്കണത് എങ്ങനെയെന്ന് ഇതും നോക്കാം. നമുക്ക് ഈ ഏരിയയും നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മീനിൻ്റെ ചെതമ്പൽ കളയാം. അത് നമ്മൾ സാധാരണ മീനിൻ്റെ ചെതമ്പൽ കളയുന്ന പോലെ നമുക്ക് കളഞ്ഞെടുക്കാം. നമുക്കൊരു കത്രിക വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മീനിൻ്റെ കളർ കണ്ടില്ലേ? ഇത് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്തിട്ട് നല്ല വെള്ള കുട്ടപ്പനാക്കിയിട്ട് എടുക്കട്ടെ. പിന്നെ സൈഡൊക്കെ ഒന്ന് ചെത്തിയിട്ട് ചെതമ്പൽ കളഞ്ഞെടുക്കും. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ചെതമ്പൽ കളയാൻ വേണ്ടിയിട്ട് സൂത്രമായിട്ട് അവർ കാണിച്ചത് ഈ മറ്റേ നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അത് വെച്ചിട്ട്. പക്ഷേ അത് വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായില്ല. കാരണം ആ സ്റ്റീലിൻ്റെ സാധനമൊക്കെ നമ്മൾ പാത്രം കഴുകുന്ന സാധനം അതൊക്കെ ഈ മീനിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ മീനിൻ്റെ ചെതമ്പൽ കളയണ പോലെ കളഞ്ഞിട്ടെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് മീനിൻ്റെ ചെതമ്പൽ കളയുന്ന ഒരു സാധനമുണ്ട്. ഇത് വെച്ചിട്ട് ചെതമ്പൽ കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ മീനിൻ്റെ ചെതമ്പൽ നമ്മൾ കളയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പുറത്തുനിന്ന് കൊണ്ടുപോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം പുറത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഫ്ലാറ്റിലേക്ക് താമസിക്കുന്നവർക്ക് ഒക്കെ ആണെങ്കിലും പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പാടാണ്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കുഴപ്പമാണ് മീൻ ചെതമ്പലൊക്കെ എല്ലായിടത്തേക്കും തെറിക്കും. അപ്പോൾ വെള്ളം പതുക്കെ, ഒരുപാടൊന്നും വേണ്ട, വളരെ ചെറുതായിട്ടൊന്ന് തുറന്നെടുക്കാം. എന്നിട്ട് ചെതമ്പൽ ചെയ്താൽ അപ്പോൾ ഈ ചെതമ്പൽ ഒരു സ്ഥലത്തേക്കും തെറിക്കില്ല. അപ്പോൾ മീനിൻ്റെ ചെതമ്പലൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഇവിടെ ഒരു വേറെ വലിയ മീൻ എടുത്ത് വെച്ചിട്ടില്ലേ, ഇതിന് പിന്നെ ചെതമ്പലൊന്നും കളയാനില്ല. പക്ഷേ ഈ മീൻ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഈ മീൻ ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടിയിട്ടൊന്ന് നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് ഇതിൻ്റെ ഈ പുറത്ത് ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഞാൻ ഈ മീനാണ് ശരിക്കും, ഇങ്ങനത്തെ മീനുകളാണല്ലോ ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പാടും. എൻ്റെ ഈ ടാപ്പ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പുറത്തേക്ക് നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനത്തെ ടാപ്പായിട്ട് എപ്പോഴും നല്ലത് അടുക്കളയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് തന്നെ പുതിയ വീടുണ്ടല്ലോ, അവിടെ ഇങ്ങനത്തെ അല്ല വെച്ചേക്കുന്നത്, പുറത്തേക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പൈപ്പ് പുറത്തേക്ക് വലിച്ചപ്പോൾ പൈപ്പ് വരുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇവിടുത്തെ വെച്ചിട്ട് പൈപ്പ് ഞാൻ പുറത്തേക്ക് വലിച്ചു നോക്കിയത്. അപ്പോഴാണ് അത് അങ്ങനത്തെ പൈപ്പല്ല. ഇതാകുമ്പോൾ നമുക്ക് ഈ സിങ്കിൻ്റെ സൈഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഇതേപോലെ പുറത്തേക്ക് എടുക്കുന്നത്. മറ്റേത് നമ്മൾ ടാപ്പ് അങ്ങോട്ട് കണ്ട് നമുക്കൊന്ന് തിരിപ്പിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ ഈ മീനിൻ്റെ ഉള്ളിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് അവസാനം ക്ലീൻ ചെയ്യും. കാരണം ഉള്ളിൽ നമ്മൾ തുറന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഇത് ഉരച്ചെടുക്കാൻ ഒക്കെ പാടായിരിക്കും. നമ്മളിത് ഉരയ്ക്കണില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാലേ നമുക്ക് ഒരു പാത്രത്തിൽ, ഞാനിപ്പോൾ മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. മൺചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മൾ മീനൊക്കെ നന്നാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് എടുക്കാറ്. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കറി വയ്ക്കാനുള്ളതാണ്. പക്ഷേ ഈ മീൻ ഞാൻ വറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക, സാധാരണ വെള്ളം. ഇതിലേക്ക് കുറച്ച് വാളംപുളി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഈ എന്താ പറയുക, വിനീഗറിൽ അല്ലെങ്കിൽ നാരങ്ങ നീരിലൊക്കെ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവുന്നു. പക്ഷേ ഞാൻ വിനീഗറിലും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനീഗറിൽ വെച്ചിട്ട് എൻ്റെ അങ്ങനെ ക്ലീൻ ആയില്ല കേട്ടോ. എനിക്ക് ഈ വാളംപുളിയിലിട്ട് വയ്ക്കുന്നതാണ് ഇഷ്ടമായില്ല. അതാകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നത്.
ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലത്. ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഈ മീൻ നമ്മൾ ഇതിനകത്ത് ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. ശരിക്കും എൻ്റെ പോയിൻ്റ് ആയിരുന്നില്ല. പിന്നെ കുറേ നേരം ഇട്ട് വയ്ക്കരുത് കേട്ടോ. കുറേ നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ മീൻ ഭയങ്കര സോഫ്റ്റ് ആവും. അപ്പോൾ അത് വെള്ളത്തിൽ 10 മിനിറ്റ് കിടക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് മീൻ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. മീൻ ക്ലീനൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഞാൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ മീനൊക്കെ വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി നാരങ്ങ നീരും കൂടി വെച്ചിട്ടാണ് സാധാരണ വറുക്കാറുള്ളത്. പിന്നെ നല്ല ടേസ്റ്റിലൊക്കെ വറുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മീൻമ തേച്ചിട്ട് വറുക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ മുളക് പൊടിക്ക് പകരം നല്ല പച്ചമുളക് അരച്ച് ചേർത്താറുണ്ടല്ലോ. മീൻ വറുക്കുമ്പോൾ ഏതായാലും കരിഞ്ഞു പോവുകയും ചെയ്യില്ല. മീൻമ നന്നായിട്ട് എരിവ് പിടിക്കുകയും ചെയ്യും. മീൻ വറുക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് പച്ചമുളക് ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം. നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് പച്ചമുളക് പഴുത്തതാട്ടോ. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ടിടാം. ഇത് ഫസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. നമ്മുടെ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മീനെടുക്കാം. ഇത് വേണമെന്നില്ല കേട്ടോ. ഈ കത്തിരിക്ക വേണമെന്നില്ല, കത്തി വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് നോക്കിക്കേ, അതിൻ്റെ ആ കറുത്ത അഴുക്ക് പോകണം കേട്ടോ മീനുമേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഐഡിയ ഒന്നല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെയ്ത് നോക്കിയത്. നിങ്ങളിത് പറയാൻ വേണ്ടി നിൽക്കണ്ട, വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഇത് കുറേ പേരൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. ഒരുപാട് വെളുപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ കുറേ വെളുപ്പിക്കാം. എവിടെയൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. നമുക്ക് കുറേ ഇട്ടിട്ട് വെളുപ്പിക്കേണ്ട ആവശ്യം. ഇതിൻ്റെ ആയിരുന്നാലും പുറത്ത് കറുത്ത പാട പോണുണ്ട്.
അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മാത്രം മീൻ തുറന്നാൽ മതി. നമ്മുടെ മീനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇതാ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ഈസി ആയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടെടുക്കുക. അത് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വരയാണ്. ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ആ മീനിൻ്റെ ഒരു ഉളുമ്പ് മണം ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ മീനിലേക്ക് ഞാൻ മസാല ഇടാണ്. ഇത് നമ്മുടെ നെയ്മീൻ്റെ പോലെ ഇരിക്കണം മീൻ. ഇതായിരുന്നാലും എല്ലാ മീനും ഇതേപോലെ തന്നെ ചെയ്തെടുക്കും. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം. ഇത് ഞാൻ ഈ പച്ചമുളകും കൂടിയിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ, കൈയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മീനിനെ പിടിക്കും. ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇത് വറക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചാൽ അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വറക്കാം.